إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മത നിറഞ്ഞ ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തമായ നിലയ്ക്ക് തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരു വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന വളരെ ശ്രദ്ധേയമായ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരിൽ 3 പേർ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാനും ആരാധനകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമായി അവിടുത്തെ വീടുകളിലേക്ക് പത്നിമാരെ സമീപിച്ച ഒരു സംഭവം ഹദീസിന്റെ കിതാബുകളിലെല്ലാം സ്വഹീഹായ നിലയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ വീടുകളിൽ അവർ ചെന്നു, ഭാര്യമാരോട് ഓരോ വിഷയങ്ങളും ചോദിച്ചറിഞ്ഞു. എല്ലാം അവിടുത്തെ പത്നിമാർ, നമ്മുടെ ഉമ്മമാർ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിൽ അവർക്ക് തോന്നി, വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ സർവ്വപാപങ്ങളും പൊറുക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ ആരാധനകൾ മതി. പക്ഷേ സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പോരാ. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിക്കുകയും അങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കുകയും ആ പത്നിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ചില തീരുമാനങ്ങൾ എടുത്ത് അവിടെ നിന്ന് മടങ്ങി. ആദ്യത്തെ വ്യക്തി പറഞ്ഞു, ഞാൻ ഇനി രാത്രികാലങ്ങളിൽ ഉറങ്ങുകയേയില്ല. ഞാൻ എപ്പോഴും രാത്രിയിൽ ആ രാവിനെ ഹയാത്താക്കി നമസ്കാരത്തിൽ തന്നെ ആയിരിക്കും. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ഇനി ഒരു പകലും ഞാൻ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുകയില്ല. എന്റെ ജീവിതത്തിലെ വരാനിരിക്കുന്ന പകലുകളിലെല്ലാം ഞാൻ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് നോമ്പുകാരനായിരിക്കും. മൂന്നാമത്തെ വ്യക്തി ഒന്നുകൂടെ കടന്ന നിലക്കാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഈ ഭാര്യ, കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ആരാധനകൾക്ക് തടസ്സമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് എന്റെ ജീവിതകാലത്ത് ഇനി ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല എന്ന തീരുമാനവും എടുത്തു.
അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, മടങ്ങി വന്നു. നിങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലായി കേട്ട സംഭവമാണെങ്കിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഇന്നിന്റെ ലോകത്തുനിന്ന് പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മടങ്ങി വന്നു. ഭാര്യമാർ ഈ വിവരങ്ങളൊക്കെ റസൂലുള്ളയോട് പറഞ്ഞു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരിൽ ആ 3 പേരെ തിരിച്ചു വിളിക്കുകയും എന്നിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, അമാ വല്ലാഹ് ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹ്. അറിഞ്ഞേക്കണം, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്ത് ജീവിക്കുന്നത് ഞാനാണ്. എന്റെ സ്ഥിതി നിങ്ങൾക്കറിയുമോ? ലാകിന്നി അസൂമു വ ഉഫ്തിറു. ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പൊഴിവാക്കാറുണ്ട്. വ ഉസല്ലി വ അർഖുദു. ഞാൻ രാത്രികാലങ്ങളിൽ നമസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. വ അതസവ്വജു നിസാഅ. ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി പുതിയ നൂതനമായ ചില രീതികൾ, ചില ചിന്തകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ ഈ മാർഗത്തെ ആരെങ്കിലും വിട്ടുകടന്ന് മറ്റു പലതിലേക്കുമാണ് നിങ്ങൾ ആരെങ്കിലും പോകുന്നതെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, ഞാൻ പഠിപ്പിച്ച മാർഗത്തിലൂടെയല്ല അവൻ സഞ്ചരിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് വിശ്വാസികളെ പലതവണ കേട്ടുമടുത്ത ഈ ഒരു സംഭവത്തെ ഈ ഖുത്ബയുടെ ആമുഖത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്? അതെ, ഇവിടെ ചിന്തനീയമായ ഒരു കാര്യമുണ്ട്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ആരാധനാ കർമ്മങ്ങൾ, രാത്രി നിസ്കാരം, നോമ്പ് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ പുണ്യകരമാണ്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹ് നിശ്ചയിച്ച ആരാധനകളിൽ പോലും അതിര് കവിഞ്ഞുള്ള, മറികടന്നുള്ള, പരിധികൾ ലംഘിച്ചുള്ള സമീപനത്തെ ഇസ്ലാം എതിർത്തിരിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു പുണ്യമായി പഠിപ്പിച്ച ആരാധനകൾ പോലും പരിധി ലംഘിക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും, ലോകത്തുള്ള ഭൂരിഭാഗം വരുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ശ്രദ്ധയും ഒരു കളിയിൽ ഉടക്കി നിൽക്കുകയാണ്, അല്ലേ? ലോക ഫുട്ബോൾ മാമാങ്കം. നമ്മൾ മനസ്സിലാക്കണം, ഇന്നിന്റെ ലോകത്ത് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല, പുണ്യകരമായ ഒരു കാര്യമല്ല, കേവലം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പ്രകൃതി മതമാണ്. മനുഷ്യന്റെ ഉല്ലാസങ്ങളെയും വിനോദങ്ങളെയും തടയിട്ട് ഒരു വരണ്ട ഭൂമിയിലേക്കല്ല മനുഷ്യരെ ഇസ്ലാം ക്ഷണിക്കുന്നത്. മറിച്ച് മനുഷ്യരെ സൃഷ്ടിച്ച സട്ടാവായ നാഥനറിയാം, മനുഷ്യർക്ക് ഉല്ലാസം ആവശ്യമാണ്, അവർക്ക് കായിക വിനോദങ്ങൾ ആവശ്യമാണ്, അവർക്കിവിടെ ജീവിക്കണമെങ്കിൽ മാനസികമായ സംതൃപ്തിക്കും അവരുടെ മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ മത്സരം കാണുന്നതോ അതല്ലെങ്കിൽ അല്പനേരം ഫുട്ബോൾ കളിക്കുന്നതോ, അനുവദിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിനോദങ്ങളിൽ അല്പനേരം അയാൾ മുഴുകുന്നതോ ഇസ്ലാമികമായി കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല. അത് ഹറാമായ ഒരു കാര്യമല്ല, അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് എന്താണ്? അനുവദനീയമായ ഒരു കാര്യം, പക്ഷേ അത് പലപ്പോഴും കേവലം ഒരു വിനോദത്തിനപ്പുറത്തേക്ക്, ഒരു വിനോദത്തിൽ നിന്ന് മാറി അത് പലപ്പോഴും ഒരു ലഹരിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. കളിക്കളത്തിൽ നടക്കുന്ന കളി പലപ്പോഴും പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. സാമൂഹ്യ ജീവിതത്തിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകുന്നു. പല നിലക്കുള്ള പ്രത്യാഘാതങ്ങൾ അതിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഖുത്ബ എന്ന് പറയുന്നത് നിങ്ങളാരും ഫുട്ബോൾ മത്സരം കാണണ്ട എന്ന് പറയാനോ അതല്ലെങ്കിൽ ലോകകപ്പ് വരുമ്പോൾ എല്ലാ മിമ്പറുകളിലും അതിനെതിരിലുള്ള ശബ്ദമാണ് എന്ന നിലക്കോ നിങ്ങൾ എന്റെ ശബ്ദത്തെ കാണേണ്ടതില്ല. മറിച്ച് നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്, നമുക്ക് ചില രീതിശാസ്ത്രമുണ്ട്. നമ്മുടെ പ്രവാചകൻ അന്തിമദൂതനായ നമ്മുടെ ജീവന്റെ ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന പ്രവാചകനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ സഞ്ചരിക്കേണ്ടത് ചില മാർഗരേഖകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫുട്ബോൾ മത്സരവും ലോകകപ്പുമൊക്കെ, ഫുട്ബോൾ മാമാങ്കവുമൊക്കെ അതിര് കവിഞ്ഞു പോകുമ്പോൾ അത് വലിയ അപകടങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് വിശ്വാസികൾ ജാഗ്രത പുലർത്തേണ്ട ചില കാര്യങ്ങൾ അക്കമിട്ട് എന്നെയും നിങ്ങളെയും ഒരേപോലെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണം, അനുവദനീയമായ ഒരു കാര്യമാണെങ്കിൽ പോലും ആ അനുവദിക്കപ്പെട്ട കാര്യം തന്നെ ചില ഘട്ടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നിഷിദ്ധമായി മാറും. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? അനുവദനീയമായ കാര്യമാണ്. നമുക്ക് ഉറങ്ങാം, നമ്മുടെ ബോഡിക്ക് റെസ്റ്റിന് ആവശ്യമായ നിലക്ക് നമ്മൾ ഉറങ്ങാം. ഇസ്ലാമിൽ അനുവദനീയമാണ്. പക്ഷേ ഒരാള് ജീവിതം മുഴുവനും ഉറങ്ങിത്തീർത്ത് ബാധ്യതകളെല്ലാം വിസ്മരിച്ച് അള്ളാഹുവിനെ ഓർക്കാതെ നമസ്കാരത്തിന്റെ സമയത്ത് പോലും ഉറങ്ങിക്കിടന്നാൽ ആ ഉറക്കം നിഷിദ്ധമായി തീരും. അങ്ങനെയാണ്. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചില മേഖലയിൽ അത് പരിധി വിടുമ്പോൾ നിഷിദ്ധമായി തീരും. ഇതുപോലെ തന്നെയാണ് ഫുട്ബോൾ മത്സരം. അത് കാണലാണെങ്കിലും കളിക്കലാണെങ്കിലും ലോകകപ്പ് ആരവങ്ങളാണെങ്കിലും അവിടെയൊക്കെ മുസ്ലിം മനസ്സിലാക്കേണ്ടത് ഒരു മത്സരവും ഒരു വിനോദവും ഓരോ മുസ്ലിമിനും അവന്റെ ദീനിനേക്കാൾ പ്രധാനമാകരുത്. നമ്മുടെ ദീനിനേക്കാൾ അതിന് പ്രധാനമാണോ, അത് നിഷിദ്ധമായി തീരും. അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരത്തിന്റെ പേരിൽ നമ്മുടെ നമസ്കാരം നഷ്ടമാവുന്നുണ്ടോ, നിഷിദ്ധമായി തീരും. നമ്മുടെ നമസ്കാരത്തിന്റെ സമയങ്ങളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ, സമയം തെറ്റിക്കുന്നുണ്ടോ, നിഷിദ്ധമായി തീരും. ജീവിതത്തിൽ വിലപ്പെട്ട ഏറ്റവും പ്രധാനമായ സമയം, ആ മുഴു സമയവും അത് കാണാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതുമായി ചിന്തിച്ചുകൊണ്ട് മുഴു സമയവും അതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച് അതിൽ വിടുന്ന വിനോദ സംസ്കാരം നമുക്കുണ്ടോ, അവിടെ ആ വഴിക്ക് പോകാൻ നമുക്ക് പറ്റില്ല. നാം ചെയ്തു തീർക്കേണ്ട ബാധ്യതകളും കടമകളും നിർവഹിക്കാൻ, അത് നമ്മുടെ സ്വന്തത്തോടുള്ള കടമയാകട്ടെ, നമ്മുടെ കുടുംബത്തോടുള്ള കടമയാകട്ടെ, മാതാപിതാക്കളോടാകട്ടെ, സമൂഹത്തോടാകട്ടെ, നാം ചെയ്യുന്ന ജോലിയാകട്ടെ, അവിടെയൊക്കെ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന നിലക്കുള്ള ഒരു വിനോദ സംസ്കാരമാണോ നമുക്കുള്ളത് എങ്കിൽ ആ വഴിക്ക് പോകാൻ നമുക്ക് പാടില്ല. ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി വെച്ച ഒരു വചനമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ 6-ാമത്തെ വചനം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലഹരിയിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വായിച്ച് നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട അർത്ഥശകലങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ കിതാബിലെ ഒരു വചനം. എന്താണ് അള്ളാഹു പറയുന്നത്? വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീഥി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബുൻ മുഹീൻ. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഓരോ കാലഘട്ടത്തിലും എന്തൊക്കെ സംഭവിക്കുമെന്ന് അള്ളാഹുവിന് മുമ്പേ അറിയാം, അല്ലേ? പടച്ച തമ്പുരാൻ അവന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന വചനമാണ്, നിത്യപ്രസക്തമായ വചനം. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യശ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വാർത്തകളെ, വിനോദ വർത്തമാനങ്ങളെ, വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്നവർ. കാശ് കൊടുത്ത് വാങ്ങും, അതിനുവേണ്ടി പണം ചിലവഴിക്കും. എന്നിട്ടോ ലിയുദില്ല അൻ സബീലില്ലാഹ്, എന്തിനാണ് അവൻ അത് ചെയ്യുന്നതെന്നോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാനാണ്. അവനോ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്നു. അത് കാരണം എത്രയോ ആളുകൾ ദൈവമാർഗത്തിൽ നിന്ന്, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന്, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് വഴിതെറ്റിപ്പോകുക മാത്രമല്ല, എങ്ങനെയാണ് ഇത് വാങ്ങുന്നത്? ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ, വിവരമില്ലാതെയാണ് ഇത്തരം വാർത്തകളുടെ, വിനോദങ്ങളുടെ പിറകിൽ അവൻ പോകുന്നത്. എന്നിട്ടോ വിനോദങ്ങൾ തലയിൽ കയറ്റിയ ആളുടെ അവസ്ഥ എന്തായിരിക്കും? വയത്തഖിദഹാ ഹുസ്വാ, അവന് ദീനൊരു പരിഹാസമായിരിക്കും. എത്ര കറക്റ്റാ! നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിനോദവും സിനിമയും ഒക്കെ തലയിൽ കയറ്റിയ ആളുകളുടെ അവസ്ഥ. അവനോട് ദീന് പറഞ്ഞു ചെന്ന് നോക്കണം, അവനോട് ദീനിന്റെ നിയമം പറഞ്ഞു നോക്കി നിങ്ങള്. ദീനിനെ പരിഹസിക്കും അവൻ, ദീനിനെ പുച്ഛിച്ചു തള്ളും അവൻ. അവൻ എപ്പോഴും ചില താരാരാധനയുടെ പിറകിലായിരിക്കും. അവനെപ്പോഴും നിസ്കാരത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ ഒന്നല്ല ചിന്തിക്കുന്നത്, റബ്ബിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇനി അടുത്തത് റിലീസാകാൻ പോകുന്ന പടം ഏതാണ് എന്നായിരിക്കും അവൻ ചിന്തിക്കുക. ഒരു ലോകകപ്പ് കഴിഞ്ഞാൽ വർഷങ്ങളോളം അടുത്ത ലോകകപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ ലോകകപ്പ് മത്സരം നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മീഡിയകളും വാർത്തകളും ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാനിത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലാഹ് പറയാണ്, വിനോദ വാർത്ത വാങ്ങി ദൈവമാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് പിന്തിരിഞ്ഞു പോയി മതത്തെ പരിഹാസമാക്കി കളിയാക്കി
കളിയാക്കി നടക്കുന്നവന് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലഹുൽ ഹദീസ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താണ് ഈ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ ഉലമാക്കൾ അതിന് വിശദീകരണം നൽകുകയാണ്. എന്താണ് വിശദീകരണം? യശ്ഗുലുൽ ഇൻസാൻ അൻ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും ഏതൊരു മനുഷ്യനെ തടയുന്ന എന്തൊക്കെ വിനോദങ്ങളും എന്തൊക്കെ ആ നിലക്കുള്ള സംഗതികളുമുണ്ടോ അതൊക്കെ ഈ ഖുർആൻ പറഞ്ഞ ലഹുൽ ഹദീസിന്റെ പരിധിയിൽ വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് കാണണ്ടെന്നല്ല, ലോകം ഇങ്ങനെയൊക്കെ ഒരു വിനോദത്തിന്റെ പിറകിൽ പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിന്ന് വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കണം എന്നൊന്നല്ല പറയുന്നത്. മറിച്ച് ഞാൻ നിങ്ങളൊക്കെ പരിശോധിക്കുക, ഈ ഒരു സംഭവം നടക്കുമ്പോ എന്റെ ദീനിന് കോട്ടം വരുന്നുണ്ടോ? അല്ലാഹ് ഈ ഖുർആനിൽ പറഞ്ഞ, ഈ ആയത്തിൽ പറഞ്ഞ ഈ വിഷയം ഈ ഒരു മേഖലയിൽ വരുന്നുണ്ടോ? എന്തൊക്കെ പരിശോധിക്കേണ്ടത്? ദീനിൽ നിന്ന് വഴിതെറ്റുന്നുണ്ടോ? രാത്രികാലങ്ങളിൽ ദീർഘമായി കളി കാണുമ്പോ എന്റെ നിസ്കാരം അതുമൂലം നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലേ, ചിന്തിക്കേണ്ട കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഫജ്ർ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നിസ്കരിക്കുന്നു എങ്കിൽ തന്നെ ഞാൻ ഉറങ്ങി അതിന്റെ സമയം തെറ്റിച്ച് തോന്നിയ സമയത്താണോ ഞാൻ ഇത് ചെയ്യുന്നത്? ഇനി അതല്ല, നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഈ ചിന്തയാണോ എന്റെ മനസ്സിലുള്ളത്? അങ്ങനെയാണ് ഇപ്പൊ സിനിമ, അതേപോലെ വിനോദങ്ങൾക്കൊക്കെ അതിലൊക്കെ ഇങ്ങോട്ട് ലഹരി കയറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുമ്പോഴും ഈ ചിന്ത തന്നെയായിരിക്കും. നിസ്കരിക്കുമ്പോഴും ഇവരുടെ താരങ്ങളെ കുറിച്ചുള്ള ചിന്തയായിരിക്കും മനസ്സിലുണ്ടാവുക. അങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതാ അള്ളാഹ് പറഞ്ഞത്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുക എന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ദിക്റുകൾ ഉരുവിടുന്നവർ, രാത്രി നിസ്കരിക്കുന്നവർ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഇത്തരം വിനോദങ്ങളുടെ പിറകിൽ പോകുമ്പോ ഖുർആൻ പാരായണമില്ല. രാവിലെയും വൈകുന്നേരവും ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട അദ്കാറുകളില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ അതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന ഇസ്ലാമികമായ ബോധമില്ല. മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക, ഈ ആയത്തിന്റെ പരിധിയിൽ അത് വരും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്തരം മേഖലയുമായി ബന്ധപ്പെടാൻ നമുക്ക് പാടില്ല. അതേപോലെ തന്നെ അമിതമായി രണ്ടാമതായി സൂക്ഷിക്കേണ്ട കാര്യം, എന്ത് സംഗതിയും അമിതമായ ആസക്തി, എന്നിട്ട് അതിനുവേണ്ടി സമയം ചിലവഴിക്കുക, രണ്ടാമതായി സൂക്ഷിക്കേണ്ട കാര്യമാണ്. അമിതാസക്തി അതുണ്ടാകുന്നുവെങ്കിൽ അവിടെ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുറഞ്ഞ സമയം കാണുന്നതിന് പകരം 24 മണിക്കൂറും ഇതിന്റെ പിന്നാലെ തന്നെ. കളി കാണുന്ന സമയത്താണെങ്കിൽ കളി, അത് കഴിഞ്ഞാലോ പിന്നെ ആ കളിയെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രം, ആ കളിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ മാത്രം, അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കയറി ചർച്ചകൾ നടത്തുക, എന്നിട്ട് ഫുൾ ടൈം തന്നെയാ ചിന്ത, ഇത് തന്നെയാണ് ചിന്ത. അതാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകത്ത് ഭൂരിപക്ഷം വരുന്ന മനുഷ്യരും നഷ്ടകാരികളാണ്, അശ്രദ്ധയിലാണ്, വഞ്ചിതരാണ്. രണ്ട് കാര്യങ്ങളെ കുറിച്ച്, ഒന്ന് അസിഹ, ആരോഗ്യത്തെ കുറിച്ച്, രണ്ടാമത്തേത് ഒഴിവ് സമയം, ജീവിതത്തിൽ ലഭിക്കുന്ന സമയം എങ്ങനെ ചിലവഴിക്കണം എന്നതിനെ കുറിച്ച് ബോധവാന്മാരല്ലാത്ത ധാരാളം ആളുകൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ആ കാറ്റഗറിയിൽ നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ നമ്മൾ പെടാൻ പാടില്ല. പിന്നെ നമ്മൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് എന്താണ്? ചില ആളുകൾക്കുണ്ട് താരാരാധന. താരാരാധന. ഞാൻ തുറന്നു പറയാണെങ്കിൽ, ഇപ്പൊ ഇന്ന് വേൾഡ് കപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്ന പല രാജ്യങ്ങളും ഇസ്ലാമികമായി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, ഫിലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി ലോകത്ത് കൃത്യമായ നിലയ്ക്ക് ഇടപെടലുകൾ നടക്കുമ്പോൾ അതിൽ പോലും ഒപ്പുവെക്കാതെ മാറി നിന്ന രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ പതാകകൾക്ക് വേണ്ടി അമിതമായി ജൈവിളിക്കുന്ന ആളുകളെ നമുക്ക് ഇന്ന് ലോകത്ത് കാണാൻ കഴിയും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ കേവലം ഒരു വിനോദത്തെ വിനോദമായി കാണാതെ പലപ്പോഴും ആ വിനോദങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങളുടെ ജീവിത ശൈലിയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. താരങ്ങൾ എന്ത് ഡ്രസ്സാണോ ധരിച്ചത്, ആ ഡ്രസ്, അവരുടെ പതാകയുടെ, അവര് പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിന്റെ പതാക കൊണ്ട് ഡ്രസ്, മാത്രല്ല അവരുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ മുടിവെട്ടുക. ഉദാഹരണമായിട്ട് ലോകത്ത് കാണുന്ന ഒരു സംഗതിയാണ് ചുറ്റുഭാഗവും വടിക്കുക, എന്നിട്ട് തലയുടെ മുകളിൽ കുടുംബം ഇങ്ങനെ നിർത്തുക, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ. ഫുട്ബോൾ മത്സരത്തിന്റെ കാലമായാൽ മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾ വരെ, ചെറിയ കുട്ടികളും യുവാക്കളും ഒക്കെ ഈ നിലക്കുള്ള മുടിവെട്ടുന്ന സമ്പ്രദായമാണ് ഇന്ന് ലോകത്ത് നമുക്ക്
കാണാൻ കഴിയുന്നത്. ആരുടെ സമ്പ്രദായമാണിത്? ഇതൊക്കെ നമ്മൾ എതിർക്കപ്പെടേണ്ടതില്ലേ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോക്കൂ നിങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ സബിയ, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു കുട്ടി നടന്നു പോകുന്നത് കാണുകയാണ്. എങ്ങനെയുള്ള കുട്ടിയാണെന്നറിയോ? ഖുലിഖ ബഅദു റഅസിഹി വതുരിക ബഅദുഹു, ആ കുട്ടിയുടെ തലയുടെ ചില ഭാഗം മൊട്ടയടിച്ചിട്ടുണ്ട്, വരണ്ടി കളഞ്ഞിട്ടുണ്ട്, എന്നാൽ ചില ഭാഗത്ത് മാത്രം മുടിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തതെന്നറിയോ? ഫനഹാഹും അൻ ദാലിക്, അല്ലാഹുവിന്റെ റസൂൽ അത് വിരോധിച്ചു. അത് പാടില്ല, അത് പാടില്ല. തലയിൽ ചില ഭാഗത്ത് മാത്രം കത്തിവെക്കുകയും മറ്റു ചില ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ തലമുടി വെട്ടുകയാണെങ്കിൽ മുഴുവൻ മുടിയും ഒരുപോലെ വെട്ടുക, അതല്ല നിങ്ങൾ കളയുകയാണെങ്കിൽ മുഴുവൻ ഭാഗവും ഒരുപോലെ കളയുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ അതുപോലെ അനുകരിക്കുകയും ആ നിലക്ക് വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു ദുരന്തം നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുകയാണ്. ഒഴിവാക്കപ്പെടേണ്ടതാണ്. പിന്നുള്ള വിഷയം എന്താണ്? ഫുട്ബോൾ മത്സരം വരുമ്പോ ഇന്ന് നമ്മൾ കാണുന്ന മറ്റൊരു ദുരന്തം എന്നറിയോ? ധൂർത്താണ് ഇന്ന് നമ്മൾ കാണുന്നത്, അല്ലെ? ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? വീട്ടിലേക്ക് ഇന്ന ആവശ്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ പ്രാരാബ്ധം പറയും. വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊടുക്കൂല. വീട്ടുമുറ്റത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ യാചനക്ക് വേണ്ടി വന്നാൽ, ആവശ്യക്കാര് വന്നാൽ അവരെ ഒന്നും കൊടുക്കാതെ മടക്കി വിടുന്നവർ, അല്ലേ? സഹായത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ സഹായത്തിന് വേണ്ടി വരുമ്പോ കണ്ണു ചിമ്മുന്നവർ. പക്ഷേ ഇതുപോലെയുള്ള ഈ വിനോദ ലഹരിയിൽ അകപ്പെട്ട ആളുകൾ എന്താ ചെയ്യാ? അതിനുവേണ്ടി എത്ര ക്യാഷ് വേണമെങ്കിലും അവർ ചിലവഴിക്കും. അവർക്കത് പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാണുന്ന ലോകത്തിലെ അതിന് കാണുന്ന ഏറ്റവും വലിയ ഫ്ലെക്സുകൾ, ഫുട്ബോൾ മത്സരത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഫ്ലെക്സുകൾ ലോകത്തെവിടെയാണ് വിശ്വാസികളെ? കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ 600-700 അടി ഉയരമുള്ള കട്ടൗട്ടുകളും ഫ്ലെക്സുകളും എവിടെയാണ് സ്ഥാപിക്കുന്നത്? വലിയ വലിയ തുക ചെലവഴിച്ചുകൊണ്ട്. എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ, അതും മലപ്പുറം ജില്ലയിൽ. ആലോചിക്കണ്ടേ നമ്മൾ? മാത്രല്ല പിന്നെന്താ കാണുന്നത്? അവൻ ഇഷ്ടപ്പെടുന്ന ടീമിന്റെ കൊടിയുടെ നിറം അവന്റെ വാഹനത്തിന്. ഒരാൾ വാഹനത്തിന്റെ പെയിന്റ് മാറ്റുക. ഒരു വാഹനം ഫുള്ളി പെയിന്റ് അടിക്കണമെങ്കിൽ എത്ര രൂപ വരും? നിങ്ങൾ ആലോചിച്ച് നോക്കി. പെയിന്റ് അടിക്കുക, വീടിന്റെ നിറം മാറ്റുക, ലക്ഷങ്ങൾ കൊടുത്ത് പെയിന്റ് അടിക്കുകയാണ്. എന്നിട്ട് അതിന് ഇതാണ് ലഹരി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അതേപോലെ തന്നെ പിന്നെ വാതുവെപ്പ്, അല്ലേ, ബെറ്റടിക്കൽ, ഇതൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണ്. മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, പിശാചാണെങ്കിലോ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. ഇതൊന്നും നമ്മുടെ ലൈഫിൽ ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ തആല ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കി മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തൽ. വവഇദൽ ബനാത്ത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടൽ. വമൻഅൻ വഹാത്തിൻ, വമൻഅൻ, നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിക്കുന്നത് വിസമ്മതിക്കുക. അതേപോലെ വഹാത്തിൻ, എന്താ വഹാത്തിൻ എന്ന് പറഞ്ഞാൽ? അത്യാഗ്രഹം പൂണ്ട മനസ്സുമായി നടക്കൽ. അല്ലാഹു നിഷേധിച്ചതാണ്, നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയതാണ്. വകരിഹ ലക്കും ഖീല വഖാൽ, അതേപോലെ തന്നെ ഖീല വഖാലയുടെ പിന്നാലെ പോകൽ. അയാൾ അത് പറഞ്ഞു അത്രേ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പറഞ്ഞു അത്രേ, അങ്ങനെ പറഞ്ഞു അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തകളുടെ പിറകിൽ പോകൽ നിഷിദ്ധമാണ്. വകഥറത്ത സുആൽ, അധികരിച്ചുള്ള ചോദ്യം നിഷിദ്ധമാണ്. വഇളാഅത്തുൽ മാൽ, ധനം നിങ്ങൾ വെറുതെ പാഴാക്കി കളയൽ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ഞാൻ എന്തെല്ലാം പറഞ്ഞു? മനസ്സിൽ ഓർമ്മ വേണം നിങ്ങൾക്ക്. ഇതൊരു ലഹരിയായി മാറാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയ മേഖലയിലേക്ക് കടന്നു പോകുന്നുവെങ്കിൽ അവിടെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെന്ന് കാണുന്നത് എന്താ? ശബ്ദകോലാഹലങ്ങൾ, അല്ലേ? ഫുട്ബോൾ മത്സരം നടക്കുന്ന അത് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കിയേ, ശബ്ദകോലാഹലങ്ങൾ.
തർക്കങ്ങൾ, പരിഹാസങ്ങൾ, പരസ്പരം കൂകി വിളിക്കലുകൾ, മുസ്ലിമിന്റെ സംസ്കാരവും അവന്റെ അദബും നഷ്ടപ്പെടുത്തുന്ന സമീപനം. എന്താ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത്? വഖ്സിദ് ഫീ മശീഖ്. മുസ്ലിമേ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശം അല്ലാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവന്റെ ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമ്മൾ അനുധാവനം ചെയ്യേണ്ട നമ്മുടെ മര്യാദയാണ്. നടക്കുമ്പോൾ മാന്യമായി നടക്കുക, അഹങ്കാരം വെടിയുക എന്നാ പറഞ്ഞത്. വഖ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദത്തെ നീ താഴ്ത്ത്. ശബ്ദമുയർത്തി സംസാരിക്കുന്നത് മുസ്ലിമിന്റെ സമീപനമല്ല, നല്ല കൾച്ചർ അല്ലത്. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ഏറ്റവും ഉയർന്ന അരോചകമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അതുപോലെ നിങ്ങൾ ശബ്ദമുയർത്തി മറ്റുള്ളവർക്ക് അരോചകമുണ്ടാക്കുന്ന നിലക്ക് കോലാഹലങ്ങൾ ഉണ്ടാക്കി ആരവങ്ങൾ മുഴക്കുന്ന പരിപാടി മുസ്ലിമിന് പാടുള്ളതല്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. അവിടുന്ന് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അനുചരന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താ അവിടുന്ന് പരിചയപ്പെടുത്തിയെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടികളിൽ ശബ്ദമുണ്ടാക്കി നടക്കുന്ന, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന, അനാവശ്യ തെറിവാക്കുകൾ പറഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നില്ല നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ മാന്യമായ ശബ്ദം താഴ്ത്തി, ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ അടയാളാണ് അയാളുടെ സംസാരം എന്ന് പറയുന്നത്. ഇതൊന്നും പരിഹാസങ്ങള്, കളി, അതേപോലെ തന്നെ ശബ്ദത്തിലോ സംസാരത്തിലോ ഒരു അതവില്ലായ്മ, ഇതൊക്കെ ഈ വിനോദത്തിന്റെ പിറകിൽ വരികയാണ് അല്ലേ? അതേപോലെ കുതർക്കങ്ങൾ, എന്തൊക്കെ തർക്കങ്ങളാ അല്ലേ? ഫുട്ബോൾ മത്സരം കഴിഞ്ഞാലും ലോകകപ്പ് കഴിഞ്ഞാലും ചിലരുടെ തർക്കം തീരൂല. പരസ്പരം തർക്കങ്ങളും അതേപോലെ അടിപിടികളും കുതർക്കങ്ങളുമായി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അബ്ഗളർ റിജാലി ഇലല്ലാഹി അലദ്ദുൽ ഖിസാം, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യരുണ്ട്. അവരാരാണെന്നറിയുമോ? ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കുതർക്കം നടത്തുന്ന മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു വീട് തരാൻ ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് വേണ്ടി? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, ആവശ്യത്തിന് ഹക്കിന് വേണ്ടിയാണെങ്കിലും വെറുതെ കുതർക്കങ്ങൾ ഒഴിവാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകുന്നവന്, ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ഞാൻ തർക്കത്തിനില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവന് മനോഹരമായ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് തരാൻ ഞാൻ ജാമ്യം നിൽക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണോ ഒരാവശ്യവുമില്ലാത്ത, യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുതർക്കം നടത്തി ജീവിതത്തിന്റെ മനോഹരമായ, പ്രിയപ്പെട്ട, നമ്മളേറെ താലോലിക്കേണ്ട, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും മനോഹരമായ സമയവും ആയുസ്സുമെല്ലാം ഇതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്നു അല്ലെ? കഴിഞ്ഞ കളി കണ്ടവർക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. മരണം വരെ സംഭവിച്ചു എന്നാണ് കേട്ടത് അല്ലെ? ഈ നിലയ്ക്ക് ഒരു വിനോദവും, ഇത് ഫുട്ബോൾ എന്നല്ല, ഒരു സംഗതിയും ഈ നിലക്ക് മാറാൻ പാടില്ല. മുസ്ലിമിന് അതിർവരമ്പുകളുണ്ട്. എന്നാൽ അതോടൊപ്പം ഇസ്ലാം മധ്യമ നിലപാട് പുലർത്തുന്ന മതമാണ്. നമുക്ക് ആനന്ദിക്കാനും ഉല്ലസിക്കാനും നമ്മുടെ സൗഹൃദം വളർത്താനും ഒക്കെയുള്ള ഇസ്ലാമിക പരിധിയിൽ ഒതുങ്ങി നിന്നുള്ള വിനോദങ്ങൾ നമ്മൾ അല്പനേരം കാണുന്നതിനോ അല്പം കളിക്കുന്നതിനോ വിരോധവും ഇല്ലതാനും. ഈ ഒരു വലിയ കാര്യം, ഈ ഒരു മഹത്തായ സന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സത്യവിശ്വാസികളോട് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പരിധികൾ ലംഘിക്കാതെ അവനെ സൂക്ഷിച്ചു ജീവിക്കുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം വിശ്വാസികളെ, ഇസ്ലാമിൽ മദ്യവും ലഹരിയുമൊക്കെ നിഷിദ്ധമാണ്. മദ്യവും ലഹരിയുമൊക്കെ നിഷിദ്ധമാക്കാൻ ഇസ്ലാം പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. നിങ്ങൾ അതൊന്ന് പരിശോധിച്ചു നോക്കണം. തഫ്സീറുകളെടുത്ത്, പരിഭാഷകളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കണം. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തു മാഇദയിലെ 90-91 വചനങ്ങൾ.
അവിടെ ലഹരി നിഷിദ്ധമാണെന്ന് പറയാൻ ചില കാരണങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ കാരണങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓതി കേൾപ്പിക്കാം. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. സുബ്ഹാനല്ലാഹ്. എന്താ അല്ലാഹ് പറയുന്നത്? ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാച് ഉദ്ദേശിക്കുന്നു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ, മദ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ നിങ്ങൾക്കിടയിൽ ശൈത്വാൻ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, ദൈവസ്മരണയിൽ നിന്ന് നിങ്ങളെ തടയാനാണ് ലഹരി കൊണ്ട് ശൈത്വാൻ ഉദ്ദേശിക്കുന്നത്. വഅനിസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്നും. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ നേരമായില്ലേ? ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കും. ലഹരി നിഷിദ്ധമാക്കാൻ അള്ളാഹു പറഞ്ഞ കാരണങ്ങളൊക്കെ ഈ നിലക്കുള്ള വിനോദ ലഹരിയിൽ അകപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ വിനോദ ലഹരിയും സാക്ഷാൽ ലഹരിയും ഏതൊക്കെ കാരണം കൊണ്ട് നിഷിദ്ധമാകുന്നുവോ അത് ഒരേപോലെ ഒരേ കാരണങ്ങളാൽ ഒന്നിച്ചു പോകുന്ന ചില ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, എന്താ ആദ്യം അള്ളാഹ് പറഞ്ഞത്? കളിയുടെ ലഹരിയുടെ പേരിൽ നിങ്ങൾക്കിടയിൽ ശൈത്താൻ ശത്രുതയും വിദ്വേഷം ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കമുണ്ട്, ശത്രുതയുണ്ട്, അതിന്റെ പേരിൽ വലിയ കിടമത്സരം നടക്കുന്നുണ്ട്, അല്ലേ? വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, ദൈവസ്മരണയിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് തടയുന്നില്ലേ? ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, തടയുന്നുണ്ട്. വഅനിസ് സ്വലാത്തി, നിസ്കാരത്തിൽ നിന്ന് തടയുന്നില്ലേ? നേരം തെറ്റിക്കുന്നില്ലേ? ചിന്ത പോകുന്നില്ലേ? ഖുശൂഅ് പോകുന്നില്ലേ? തഖ്വ നഷ്ടപ്പെടുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരവസ്ഥയാണുള്ളതെങ്കിൽ ഫഹൽ അൻതും മുൻതഹൂൻ, ഇത്തരം സംഗതികളിൽ നിന്ന് വിരമിക്കാൻ നേരമായില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്റെ ദീനിനെ ബാധിക്കുന്ന നിലക്കാണോ ഈ വരുന്ന സംഗതികളൊക്കെ ഉള്ളത് എന്ന് നിങ്ങളും ഞാനും ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിക്കുക. അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കുക. ദീനാണ് വലുത്. ദുനിയാവ് ഇന്നും നാളെയുമായി അവസാനിക്കുമെന്ന കാര്യം നമ്മൾ ഓർക്കുക. ഈ ദുനിയാവ് എന്ന് പറയുന്നത് കേവലം കളിയും വിനോദങ്ങളും പെരുമനടിക്കലും ഒക്കെയാണ്. എന്നാൽ സാക്ഷാൽ ലോകമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതം കടന്നു വരാനിരിക്കുന്ന ശാശ്വതമായ ജീവിതമാണ്. ആ ജീവിതത്തെ തകർക്കുന്ന ഒന്നിലും ഒരു വിശ്വാസിയും ഇടപെടാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബുദ്ധിയുള്ളവരുടെ സമീപനവും അത് തന്നെയാണ്. ആ നിലക്ക് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്, ഈമാനോടുകൂടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. വിശ്വാസികളെ, പ്രത്യേകമായി നമ്മുടെ ഒരു സഹോദരൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരുള്ള അബ്ബാസ് എന്ന പേരുള്ള നമ്മുടെ ഒരു ആദർശ സുഹൃത്ത് വളരെ പ്രയാസകരമായ ക്യാൻസർ എന്ന രോഗത്തിലൂടെ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ബാധിച്ച ഒരു വിഷമത്തിന് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ ആത്മാർത്ഥമായി നമ്മുടെ സഹോദരന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് എത്രയും വേഗം ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم منزل الكتاب سريع الحساب اللهم احزمهم وزلزلهم. اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة.